Welcome to Wave Optics for degree students. നമുക്ക് ഈ ന്യൂട്ടൺ സ്ട്രിങ്സ് ആണ് കാണേണ്ടത്. ഈ ആധുനിക ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭരായ രണ്ട് ഹിസ്റ്റോറിയൻസ് ഉണ്ട്. ആർണോൾഡ് ടോയൻബീയും വിൽ ഡ്യൂറാൻഡ്. ഇതിലാരാ മികച്ചത് എന്ന് പറയുക ബുദ്ധിമുട്ടാണ്. എങ്കിലും വിൽ ഡ്യൂറാൻഡിന് രസികത്വം അല്പം കൂടും. ഫിക്ഷൻ വായിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കും. അദ്ദേഹം ഒരു കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ വിശ്രമിക്കുന്ന ഒരു പട്ടി. അവനങ്ങനെ വിശ്രമിക്കുക, അർത്ഥമയക്കത്തിലുമൊക്കെ ആയിട്ട് വിശ്രമിക്കുക. അപ്പോൾ പെട്ടെന്ന് കാറ്റടിക്കുകയും ഒരു കടലാസ് അവൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ പറന്നു പോവുകയും ചെയ്യുന്നു. ഇവൻ കണ്ണു തുറന്ന് ഭീതിയോടെ അത് കാണുക. അവൻ ധരിക്കുന്നത് എന്തോ ഒരു പിശാച് അതിൽ കയറിയിട്ടുണ്ടെന്ന്, ആ പിശാചാണ് അതിനെ കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ തിരിച്ചിത് വരുമോ എന്ന ഭയം അവനുണ്ട്. അങ്ങനെ തിരിച്ചു വന്നാൽ ഓടി രക്ഷപ്പെടാൻ തയ്യാറെടുത്ത് ഇങ്ങനെ ഭീതിയോടെ കിടക്കുന്ന ഒരു പട്ടിയുടെ പിക്ചർ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ കാറ്റടിച്ചുകൊണ്ടായി കടലാസൊക്കെ പറന്നു പോകുന്നതെന്നുള്ള യുക്തി അവൻ്റെ മനസ്സിലുണ്ടാകാൻ സാധ്യതയില്ല. ഇതുപോലെയാണ് മനുഷ്യൻ്റെ കാര്യത്തിൽ. പല കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയാതെ നമ്മുടെ പ്രഗത്ഭരായ പഴയ ശാസ്ത്രജ്ഞരെല്ലാം എത്തപ്പെട്ടിട്ടുണ്ട്. ന്യൂട്ടൺ ഒട്ടും മോശമല്ല അക്കാര്യത്തിൽ. അപ്പോൾ ന്യൂട്ടൺ സ്ട്രിങ്സ് ആദ്യം ഒബ്സർവ് ചെയ്തത് ന്യൂട്ടൺ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് വായിക്കുന്ന രസകരമാണ്. പക്ഷേ ഇപ്പം ഞാനത് അതിനകത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം അതിന് ചരിത്ര പ്രാധാന്യമുള്ളൂ. അപ്പോൾ ഫിറ്റ്സ് ഓഫ് ഈസി റിഫ്ലക്ഷൻ, ഫിറ്റ്സ് ഓഫ് ഈസി ട്രാൻസ്മിഷൻ, ഇതുകൊണ്ടാണ് ന്യൂട്ടൺ സ്ട്രിങ്സ് ഫോം ചെയ്യുന്നതെന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് അത് വായിക്കാം, എവിടെ നിന്നെങ്കിലും തപ്പിയെടുത്ത്. നമുക്കിപ്പോൾ ഇത് പിന്നെ ഈ ഒത്തിരി തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ഫിസിക്സിൽ ഉണ്ട്. ഹൈജൻസ് പ്രിൻസിപ്പിള് അതിൻ്റെ എക്സാമ്പിളാണ്. അതിനകത്ത് ഒരു അടിസ്ഥാനമില്ല. ഹൈജൻസ് വേവ് ഫ്രണ്ട്, വേവ് തിയറി, വേവ് ലെറ്റ്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടൊക്കെ ചില തട്ടിക്കൂട്ട് പരിപാടികളാണ്. എങ്കിലും ചില കണക്കൂട്ടുകൾക്കൊക്കെ അത് പണ്ട് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രസക്തി ഇല്ല. നമുക്ക് ഈ ന്യൂട്ടൺ സ്ട്രിങ്സിൻ്റെ കാര്യത്തിലേക്ക് ഒന്ന് കടക്കാം. ഒരു പ്ലെയിൻ ഗ്ലാസിന് മുകളിൽ ഒരു പ്ലേനോ കോൺവെക്സ് ലെൻസ് വെക്കുമ്പോൾ ഈ ലെൻസിൻ്റെ കോൺവെക്സ് സർഫസിനും ഗ്ലാസ് പ്ലേറ്റിനും ഇടയ്ക്ക് ഒരു എയർ ഫിലിം ഉണ്ടാവും. ഈ എയർ ഫിലിമിൻ്റെ തിക്നെസ് ഈ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിലേതാണ് 0. വെളിയിലോട്ട് വരുന്തോറും ഈ തിക്നെസ് കൂടിക്കൂടി വരും. മുകളിൽ നിന്ന് ലൈറ്റ് നോർമലായിട്ടൊരു മോണോക്രോമാറ്റിക് ലൈറ്റ് വീഴിച്ചാൽ ഈ പോയിൻ്റ് സെൻറ്ററാക്കിക്കൊണ്ട് കോൺസെൻട്രിക് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് റിങ്സ് ഫോം ചെയ്യും. ഒബ്സർവ് ചെയ്യാം. അതാണല്ലോ ന്യൂട്ടൺ സ്ട്രിങ്സ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്ന്, റേഡിയസ് ഓഫ് കർവേച്ചർ കൂടിയ ലെൻസായിരിക്കണം. ഇതിനെന്താ കാര്യം നോക്കാം. റേഡിയസ് കുറഞ്ഞ ലെൻസാണെങ്കിൽ ഈ കോൺവെക്സിൻ്റെ ഈ വെർട്ടെക്സ് കൂടുതൽ ബൾജ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇവിടെ എയർ തിക്നെസ്, ഫിലിം തിക്നെസ് വളരെ കൂടും. അപ്പോൾ തിക്ക് ഫിലിമിൻ്റെ ഇൻ്റർഫറൻസാണ് അവിടെ നടക്കുക. നമുക്ക് തിൻ ഫിലിമിൻ്റെ ഇൻ്റർഫറൻസ്, തിക്ക് ഫിലിം ഇൻ്റർഫറൻസിൻ്റെ പ്രശ്നമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തിൻ ഫിലിം ഇൻ്റർഫറൻസ് ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഈ ഫിലിം തിക്നെസ് കുറഞ്ഞിരിക്കണം. അങ്ങനെ ഫിലിം തിക്നെസ് കുറഞ്ഞിരിക്കണമെങ്കിൽ ഈ ബൾജിങ് കുറഞ്ഞിരിക്കണം, കുറച്ച് നൂർന്നിരിക്കണം എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ കൂടിയ ലെൻസ് ഉപയോഗിക്കണം എന്നർത്ഥം. അടുത്ത കണ്ടീഷൻ, പ്ലെയിനോ കോൺവെക്സ് ലെൻസ് ആയിരിക്കണം, അപ്പർ ഫേസ് പ്ലെയിൻ ആയിരിക്കണം. ഇതിനെന്താ കാര്യം നോക്കാം.
ഇപ്പം ഡബിൾ കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുന്നതെന്നിരിക്കട്ടെ. റേഡിയസ് ഓഫ് കർവേച്ചർ കൂടിയ ഡബിൾ കോൺവെക്സ് ലെൻസ്. ഈ സെൻട്രൽ പാർട്ടിൽ വീഴുന്ന ലൈറ്റ്, നോർമലായിട്ട് ലൈറ്റ് വീഴുന്ന ആണ് നമ്മൾ ലൈറ്റ് ഇങ്ങോട്ട് വീഴിക്കുക. നോർമലായിട്ട് വീഴുന്ന ലൈറ്റ് നോർമലായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. പക്ഷേ ഈ കർവച്ചർ ഉണ്ടെങ്കിൽ മറ്റ് ഭാഗത്ത് വീഴുന്ന മുകളിൽ നിന്ന് വരുന്ന നോർമൽ ലൈറ്റ് ഈ പോയിൻറ്റിൽ നോർമൽ ഇൻസിഡൻസ് അല്ല ഉണ്ടാക്കുക. ഒരു നിശ്ചിത ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെ ഉണ്ടാകും. എന്നിട്ട് ഇവിടുന്ന് ഇത് റിഫ്ലക്റ്റ് ചെയ്ത് അങ്ങ് നഷ്ടപ്പെടും. നമുക്ക് ഫ്രിഞ്ച് ഫോർമേഷൻ ആ റേ കിട്ടില്ല. നമുക്കറിയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്തോറും നോർമൽ ഇൻസിഡൻസ് നടത്തുമ്പോൾ കിട്ടുന്ന റിഫ്ലക്ഷനേക്കാൾ കൂടുതലാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുമ്പോൾ ഉള്ള റിഫ്ലക്റ്റിവിറ്റി കൂടും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുമ്പോൾ നമുക്ക് സാധാരണ ഒരു ഒബ്സർവേഷൻ ഉണ്ട്. ഒരു ടൈല് കഷ്ണം എടുത്തിട്ട് കുളത്തിലെ വെള്ളത്തിലോട്ടോ വല്ലതും നേരെ വെർട്ടിക്കലായിട്ട് ഇട്ട് അത് ഡിപ്പ് ചെയ്ത് വെള്ളത്തിലോട്ട് അങ്ങ് മുങ്ങിപ്പോവും. നേരെ മറിച്ച് ചരിച്ചെറിഞ്ഞാൽ ഈ വാട്ടർ സർഫസിൽ തട്ടി ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്ത് അങ്ങ് പോകും. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 വളരെ കൂടുതലാണെങ്കിൽ റിഫ്ലക്ഷനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കൂടുതൽ ലൈറ്റ് ഇൻറ്റൻസിറ്റി, ലൈറ്റ് റേസ് അങ്ങ് അപ്പർ സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ബ്രൈറ്റ് ഫ്രിഞ്ച് സിസ്റ്റം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് നോർമൽ പ്ലേനോ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ നോർമൽ ഇൻസിഡൻസിൽ വീഴുന്ന ലൈറ്റ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നോർമൽ റിഫ്ലക്ഷനെ നടക്കത്തുള്ളൂ. അത് കൊണ്ട് ഇൻറ്റൻസിറ്റി ഫ്രിഞ്ച് സിസ്റ്റത്തിൻ്റെ ബ്രൈറ്റ്നെസ്സിന് കാര്യമായ കുറവ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിനാണ് രണ്ട് കണ്ടീഷൻസ്: പ്ലേനോ കോൺവെക്സ് ലെൻസ് ഓഫ് ലാർജ് റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് എ പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയൊരു കാൽക്കുലേഷൻ നോക്കാം. ഇത് ഗ്ലാസ് പ്ലേറ്റ്, ഇത് കോൺവെക്സ് സർഫസ് ഓഫ് ദി ലെൻസ്, പ്ലേനോ കോൺവെക്സ് ലെൻസ്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് എടുത്താൽ ഇവിടുത്തെ ഫിലിം തിക്നെസ് ഡി ആണ്. ഇതേ ഫിലിം തിക്നെസ് OA റേഡിയസ് ഉള്ള ഒരു സർക്കിളിൽ എല്ലാം ഇതേ ഫിലിം തിക്നെസ് ആയിരിക്കും. O സെൻറ്ററായിട്ടും OA റേഡിയസും ഉള്ള ഒരു റിങ് എടുത്താൽ ആ റിങ്ങിൻ്റെ എല്ലാ പോയിൻറ്റിലും ഫിലിം തിക്നെസ് ഡി തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് സർക്കുലർ ഫ്രിഞ്ചസ് ആയിട്ട് നമുക്ക് കിട്ടുക. അത് ഇവിടെ ഈ ഫിലിം തിക്നെസ് ഡി എത്രയാണോ അതിനനുസരിച്ച് ചിലപ്പോൾ ബ്രൈറ്റ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കാം. എങ്കിൽ നമുക്കൊരു ബ്രൈറ്റ് റിങ് കിട്ടും. അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കാം. അപ്പോൾ നമുക്ക് ഒരു ഡാർക്ക് റിങ് കിട്ടും. അത് നമുക്ക് ആ ഡി ഒന്ന് കണ്ടുപിടിക്കാം. ഇത് ഡി ആണെങ്കിൽ ഇത് സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് ദി കോൺവെക്സ് സർഫസ് ആൻഡ് ഇതെല്ലാം റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദി കോൺവെക്സ് സർഫസാണ്. ഇത് ഡി ആണെങ്കിൽ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചാൽ ഇത് ഡി ആണ്. ഈ ഡി എന്ന് പറയുന്നത് CO മൈനസ് ദിസ് മച്ച്, ഇത്രയും എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയത്. ഇത് R cos തീറ്റയാണ്. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ CO മൈനസ് R cos തീറ്റ. CO എന്ന് പറഞ്ഞാൽ റേഡിയസ് R തന്നെയാണ്. ചുരുക്കത്തിൽ D ഈക്വൽസ് R മൈനസ് R cos തീറ്റ ഓർ R ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇനി പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് കോൺവെക്സ് സർഫസും ഗ്ലാസ് പ്ലേറ്റും തമ്മിലുള്ള പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിന് അടുത്ത പരിസര പ്രദേശത്തിലെ ഫ്രിഞ്ചസാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ ഈ തീറ്റ വളരെ കുറവാണ്. അപ്പോൾ ഈ തീറ്റ ഈസ് സ്മോൾ, കോസ് തീറ്റ എക്സ്പാൻഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് 1 മൈനസ് തീറ്റ സ്ക്വയർ ബൈ 2 ആ രണ്ട് ടൈമിൽ അങ്ങ് ലിമിറ്റ് ചെയ്യാം. ബാക്കി അങ്ങോട്ടുള്ള ഹയർ പവേഴ്സൊക്കെ നിഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ കോസ് തീറ്റ 1 ഈസ് നിയർലി ഈക്വൽ ടു 1 മൈനസ് തീറ്റ സ്ക്വയർ ബൈ 2. അങ്ങനെയെങ്കിൽ 1 മൈനസ് കോസ് തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റ 1 മൈനസ് കോസ് തീറ്റ 1 മൈനസ് തീറ്റ സ്ക്വയർ ബൈ 2 എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് തീറ്റ സ്ക്വയർ ബൈ 2 എങ്കിൽ ഇതെടുത്ത് ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഫോർ ഡി ഈക്വൽസ് ഡി ഈക്വൽസ് അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ R ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ, ദാറ്റ് ഈസ് R ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ഈസ് തീറ്റ സ്ക്വയർ ബൈ 2. അപ്പോൾ ഡി ഈക്വൽസ് R ഇൻറ്റു തീറ്റ സ്ക്വയർ ബൈ 2. ഇനി ആ സ്മോൾ ആർ ഈക്വൽസ്
ആർ തീറ്റ എന്നെടുക്കാം. ഈ സ്മോൾ ആർ എന്ന് പറയുന്നത് ഈ ഡി തിക്നെസ് ഉള്ള ഫിലിം തിക്നെസ് ഉള്ള ഭാഗത്ത് ഫോം ചെയ്യുന്ന ഫ്രിഞ്ച് സിസ്റ്റം, അത് ഡാർക്കോ ബ്രൈറ്റോ എന്തോ, ആ ഫ്രിഞ്ചിൻ്റെ റേഡിയസാണ്. ഈ ആർ എന്ന് പറയുന്നത് തീറ്റ വളരെ ചെറുതാണെങ്കിൽ സ്മോൾ ആർ ഈക്വൽസ് ക്യാപിറ്റൽ ആർ ഇൻറ്റു തീറ്റ, അല്ലെ ടാൻ തീറ്റ ഈക്വൽസ് സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ, ഓർ സ്മോൾ ആർ ഈക്വൽസ് ക്യാപിറ്റൽ ആർ ഇൻറ്റു ടാൻ തീറ്റ. തീറ്റ ചെറുതാണെങ്കിൽ നമുക്ക് ടാൻ തീറ്റ ഈക്വൽസ് തീറ്റ എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാം. അപ്പോൾ ചുരുക്കത്തിൽ സ്മോൾ ആർ ഈക്വൽസ് ആർ ഇൻറ്റു തീറ്റ, ഓർ തീറ്റ ഈസ് സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ. എങ്കിൽ ഡി ഈക്വൽസ് ഈ തീറ്റയുടെ വാല്യൂ എടുത്ത് ഇങ്ങോട്ട് കൊടുക്കുക. തീറ്റ ഈക്വൽസ് ആർ ഇൻറ്റു തീറ്റ സ്ക്വയർ ബൈ 2 എന്നാണ്. ദറ്റ് ഈസ് ആർ ഇൻറ്റു സ്മോൾ ആർ സ്ക്വയർ ബൈ 2r സ്ക്വയർ, ഓർ ഡി ഈക്വൽസ് സ്മോൾ ആർ സ്ക്വയർ ബൈ 2r. ഇനി റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിൽ 2nd cos r ഈക്വൽസ് m ലാംഡ എന്ന് പറയുന്നതാണ് ഡാർക്ക്നെസ്സിനുള്ള കണ്ടീഷൻ. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? എയർ ഫിലിം ആകുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ഈസ് 1. പിന്നെ ലൈറ്റ് ഇവിടുന്ന് നോർമലായിട്ടാണ് വീഴിക്കുന്നത് എന്ന് പറഞ്ഞു. നോർമൽ ഇൻസിഡൻസ് ആകുമ്പോൾ I 0 അതുകൊണ്ട് R 0, അല്ലെ cos R 1 എന്ന് വരും. ഈ കണ്ടീഷൻസ് അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ 2nd cos R എന്നുള്ളത് 2D എന്ന് വരും. 2D ഈക്വൽസ് m ലാംഡ. ദിസ് ഈസ് ദി കണ്ടീഷൻ ഫോർ mth ഡാർക്ക് റിംഗ്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, ഡിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ, ദറ്റ് ഈസ് 2 ഇൻറ്റു സ്മോൾ ആർ സ്ക്വയർ ബൈ 2r ഈക്വൽസ് m ലാംഡ, ഓർ റേഡിയസ് ആർ സ്ക്വയർ ഈക്വൽസ് mr ലാംഡ എന്ന് വരും. അപ്പോൾ റേഡിയസ് ഓഫ് ഇതിപ്പോൾ mth ഓർഡർ ഡാർക്ക് റിങ്ങിൻ്റെ റേഡിയസ് ഈ സ്മോൾ ആർ. അപ്പം നമുക്കത് RM എന്ന് അങ്ങോട്ട് കൊടുക്കാം. സോ റേഡിയസ് ഓഫ് mth ഓർഡർ ഡാർക്ക് റിംഗ് RM ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് mr ലാംഡ. ഫോർ എ ഗിവൺ സെറ്റിംഗ്, ഒരു പ്രത്യേക സെറ്റിംഗ് നമ്മൾ എടുക്കുമ്പോൾ ലെൻസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ കോൺസ്റ്റൻ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കോൺസ്റ്റൻ്റ്. അപ്പോൾ R and ലാംഡ ആർ കോൺസ്റ്റൻറ്റ്. ദെൻ അങ്ങനെയെങ്കിൽ RM ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് m. ദറ്റ് ഈസ് റേഡിയസ് ഓഫ് എ ഡാർക്ക് ന്യൂട്ടൺസ് ഡാർക്ക് റിംഗ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആൻ ഇൻറ്റീജർ. ഇതൊരു റിസൾട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് റിംഗ് എടുത്താൽ m ഈസ് 1, ഫസ്റ്റ് ഓർഡർ റിംഗ്. എങ്കിൽ R1 റേഡിയസ് ഓഫ് ഫസ്റ്റ് ഡാർക്ക് റിംഗ് ഈസ് റൂട്ട് ഓഫ് 1, ദറ്റ് ഈസ് 1. സെക്കൻഡ് ഡാർക്ക് റിംഗ് എടുത്താൽ R2 ഈക്വൽസ് റൂട്ട് ഓഫ് 2, ഓർ 1.414. തേർഡ് ഡാർക്ക് റിംഗ് എടുക്കുമ്പോൾ റേഡിയസ് R3, ഞാൻ ഈ R ലാംഡ റൂട്ട് ഓഫ് R ലാംഡ 1 അങ്ങ് എടുക്കുക തൽക്കാലം. അപ്പോൾ R1 ഈക്വൽസ് റൂട്ട് m എന്ന് അങ്ങ് എടുക്കുന്നു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ R3 ഈക്വൽസ് റൂട്ട് 3, ദറ്റ് ഈസ് 1.732. എങ്കിൽ സെക്കൻഡ് ഡാർക്ക് റിങ്ങും ഫസ്റ്റ് ഡാർക്ക് റിങ്ങും തമ്മിലുള്ള അകലം R2 മൈനസ് R1, ഇത് R1 ആണ്. R2 മൈനസ് R1 എന്ന് പറഞ്ഞാൽ 1.414 മൈനസ് 1, ദറ്റ് ഈസ് 0.414. അപ്പോൾ ഫസ്റ്റ് ഡാർക്ക് റിങ്ങും സെക്കൻഡ് ഡാർക്ക് റിങ്ങും ഇടയ്ക്കൊരു ബ്രൈറ്റ് റിങ്ങാണ്. അപ്പോൾ ബ്രൈറ്റ് റിങ്ങിൻ്റെ തിക്നെസ് ഇതാണ്. ഇതുപോലെ തേർഡ് ഡാർക്ക് റിങ്ങും സെക്കൻഡ് ഡാർക്ക് റിങ്ങും തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ R3 മൈനസ് R2 ആണ്, അത് 0.318 ആണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ അകലം കുറഞ്ഞു കുറഞ്ഞു വരിക. അപ്പോൾ സെൻട്രൽ റിങ്ങിൽ നിന്നും ഔട്ടർ റിങ്സിലേക്ക് പോകുമ്പോൾ ഫ്രിഞ്ചസ് തമ്മിലുള്ള അകലം കുറഞ്ഞു കുറഞ്ഞു വരും. അല്ലെ റിങ്സ് ക്രൗഡഡ് ആകും. വെളിയിലേക്ക് പോകുമ്പോൾ ഈ പോയിൻ്റ് ഓഫ് സെൻട്രയിൽ നിന്നും ഫ്രിഞ്ച് സിസ്റ്റത്തിൻ്റെ സെൻറ്ററിൽ നിന്നും ഔട്ടർ റിങ്സിലേക്ക് പോകുമ്പോൾ റിങ്സ് കൂടുതൽ ക്രൗഡഡ് ആകും എന്ന് പറഞ്ഞാൽ ഫ്രിഞ്ചസ് തമ്മിലുള്ള അകലം കുറഞ്ഞു കുറഞ്ഞു വരും. അതിന് കാരണം റേഡിയസ് ഓഫ് എ ഡാർക്ക് റിംഗ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആൻ ഇൻറ്റീജർ. ഈ കാരണം കൊണ്ടാണ് അതെങ്ങനെ സംഭവിക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചത്. ഇനി നമുക്ക് ജനറലായിട്ട് എടുക്കുക RM സ്ക്വയർ ഈക്വൽസ് mr ലാംഡ. Pth ഓർഡറിലുള്ള ഡാർക്ക് റിങ്ങിൻ്റെ ഇക്വേഷൻ അപ്പോൾ RP സ്ക്വയർ ഈക്വൽസ് PR ലാംഡ. എങ്കിൽ ഒന്ന് മൈനസ് ചെയ്ത് RP സ്ക്വയർ മൈനസ് RM സ്ക്വയർ ഈക്വൽസ് P മൈനസ് M ഇൻറ്റു R ലാംഡ. റേഡിയസിൻ്റെ സ്ഥാനത്ത് ഡയമീറ്റർ ഇട്ടാൽ Pth ഡാർക്ക് റിങ്ങിൻ്റെ ഡയമീറ്റർ DP എന്നിരിക്കട്ടെ, DP. അപ്പോൾ RP എന്ന് പറഞ്ഞാൽ DP ബൈ 2 ആണ്. അപ്പോൾ RP സ്ക്വയർ എന്ന് പറഞ്ഞാൽ DP സ്ക്വയർ ബൈ 4 മൈനസ് ഇത് DM സ്ക്വയർ ബൈ 4 എന്ന് വരും. അവിടെ നിന്ന് DP സ്ക്വയർ മൈനസ് DM സ്ക്വയർ ഈക്വൽസ് 4 ഇൻറ്റു
താഴെ വരുന്ന 4 ഇവിടെ വരുമല്ലോ, 4 × P - M × R λ. ഇവിടെ നമുക്ക് വേവ് ലെങ്ത് കാണാനുള്ള ഫോർമുല λ = dp² - dm²/4r × P - M. ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് വേവ് ലെങ്ത്, ഒരു മോണോക്രോമാറ്റിക് സോഴ്സിൻ്റെ വേവ് ലെങ്ത് കാണാം, പ്രൊവൈഡഡ് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദി ലെൻസ് ഈസ് നോൺ. അതുപോലെ ഡി പിയും ഡി എമ്മും ഒക്കെ നമുക്ക് മൈക്രോസ്കോപ്പ് വെച്ച് മെഷർ ചെയ്യാം. ഇനിയും ഈ എയർ ഫിലിമിന് പകരം ആ ലെൻസിനും ഗ്ലാസ് പ്ലേറ്റിനും ഇടയ്ക്കൊരു ട്രാൻസ്പെറൻറ്റ് ലിക്വിഡ് ഫില്ല് ചെയ്യുക, വാട്ടറോ വല്ലതും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ N1 ആവില്ല. അപ്പോൾ 2D സ്ഥാനത്ത് 2ND ഇടണം. 2ND കോസാർ എന്നുള്ളതിൽ കോസാർ 1 N1 അല്ല. ഇപ്പോൾ അങ്ങനെ ഏതെങ്കിലും ലിക്വിഡ് ഡ്രോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, ലെൻസിനും ഗ്ലാസ് പ്ലേറ്റിനും ഇടയ്ക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് ലിക്വിഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, മുമ്പത്തെ 2D = m λ എന്നുള്ളതിന് പകരം 2ND = m λ എന്ന് വരും. ദറ്റ് ഈസ് 2n × d മുമ്പേ ഇട്ട പോലെ r²/2r = m λ, ഫ്രം വിച്ച് r², ഇപ്പോൾ ഞാൻ rm², mth ഓർഡർ ആയതുകൊണ്ട് rm² = mr λ/n എന്ന് വരും. അപ്പോൾ എയർ ഫിലിമിൻ്റെ റേഡിയസിനേക്കാൾ കുറവായിരിക്കും ഒരു ട്രാൻസ്പെറൻറ്റ് ലിക്വിഡ് ലെൻസിനും ഗ്ലാസ് പ്ലേറ്റിനും ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കിട്ടുന്ന ഫ്രിഞ്ച് സിസ്റ്റത്തിലെ റിംഗ് റേഡിയസ്. റിങ്സിൻ്റെ റേഡിയസ് കുറയും ഒരു ലിക്വിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ അടുത്ത പോസ്റ്റിങ്ങിൽ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ കാണണം, ന്യൂമറിക്കൽ പ്രോബ്ലംസൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.